UDF ഗവൺമെൻറ് കാലത്ത് യൂണിറ്റ് 1 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ ഒപ്പിട്ടതാണ്. കഴിഞ്ഞ 8 വർഷക്കാലം LDF ഗവൺമെൻറ് ആ നില വെച്ചുകൊണ്ട് ആ ദീർഘകാല കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ അത് ക്യാൻസൽ ചെയ്തതോടുകൂടിയാണ് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങി ഉപഭോക്താക്കളുടെ ആവശ്യം നിറവേറ്റിയത്. 2041 വരെ കേരളത്തിലെ ജനങ്ങൾക്ക് യൂണിറ്റ് 1 4 രൂപ 29 പൈസയ്ക്ക് കിട്ടുമായിരുന്ന വൈദ്യുതി കരാറാണ് കൊള്ളയ്ക്കും അഴിമതിക്കും വേണ്ടി ഇടതുമുന്നണി ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തത്. റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് CPMൻ്റെ 2 അംഗങ്ങളാണ് മെമ്പർമാർ. ഒന്ന് MM മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിൽസൺ, 2 CITUവിൻ്റെ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി. ഇവർ ഇത് ക്യാൻസൽ ചെയ്തതോടുകൂടിയാണ് 10 രൂപയ്ക്കും 14 രൂപയ്ക്കും യൂണിറ്റ് 1 വൈദ്യുതി അദാനിയിൽ നിന്നും ജിന്തലിൽ നിന്നും ഇന്ത്യയിലെ വൻകിട വൈദ്യുതി ഉൽപ്പാദന കമ്പനികളിൽ നിന്നും വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയുണ്ടായത്. ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു തീരുമാനം പത്രത്തിൽ വായിക്കുകയുണ്ടായി. അവർ പറഞ്ഞിരിക്കുന്നു 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ വിലയ്ക്ക് ഇനിയും വൈദ്യുതി വാങ്ങാൻ പാടില്ല. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 500 മെഗാവാട്ട് വൈദ്യുതി ലോങ് ടൈം കരാറിൽ ഒപ്പിടാനുള്ള അനുവാദം ചോദിച്ചതിന് മറുപടിയായിട്ടാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഈ ഉത്തരവ് നൽകിയിട്ടുള്ളത്. ഇത് ആളിനെ കളിപ്പിക്കാനാണ്, ജനങ്ങളെ പറ്റിക്കാനുള്ള തീരുമാനമാണ് റെഗുലേറ്ററി കമ്മീഷൻ്റേത്. 4 രൂപ 29 പൈസയ്ക്ക് യൂണിറ്റ് 1 കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാറ് റദ്ദാക്കി ഇപ്പോൾ 500 രൂപയ്ക്ക് 500 മെഗാവാട്ടിന് വേണ്ടി ലോങ് ടൈം കരാർ ഉൾപ്പെടുമ്പോൾ 4 രൂപ 29 പൈസയ്ക്ക് കിട്ടുമോ? റെഗുലേറ്ററി കമ്മീഷൻ പറയണം. ഇപ്പോൾ നിലവിലുള്ള നിരക്കനുസരിച്ച് 4 രൂപ 29 പൈസയ്ക്ക് ഈ വൈദ്യുതി ലോങ് ടൈം എഗ്രിമെൻ്റ് ഒപ്പിടാൻ കഴിയുമോ? 4 രൂപ 29 പൈസയ്ക്ക് കൂടുതൽ വൈദ്യുതി വാങ്ങുന്ന അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെഗുലേറ്ററി കമ്മീഷനും ഇടതുപക്ഷ ഗവൺമെൻറ്റിനുമാണ്. കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിനെ കൊണ്ട് പണമുണ്ടാക്കുന്ന ജോലിയാണ് CPMന്, അഴിമതി നടത്തുന്ന ജോലിയാണ് CPMനുള്ളത്. ലാവ്ലിൻ മുതൽ ഈ വൈദ്യുതി കരാർ റദ്ദാക്കിയ നടപടി വരെ എടുത്താൽ CPMന് ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന ഒരു കേന്ദ്രം ഇലക്ട്രിസിറ്റി ബോർഡാണ്, വൈദ്യുതി വകുപ്പാണ്. ഇത്രയും വിവാദമുണ്ടായിട്ടും വൈദ്യുതി മന്ത്രി കമ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. 16 പൈസ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് എന്തിന്? ഇനി ജനുവരി 1 മുതൽ 12 പൈസ കൂടി വർദ്ധിപ്പിക്കുന്നത് എന്തിന്? ഇടതുമുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം 7500 കോടിയാണ് കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജായി അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് വൈദ്യുതി മന്ത്രി മിണ്ടുന്നില്ല? വൈദ്യുതി മന്ത്രിയെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് CPM വൻ കൊള്ളയാണ് വൈദ്യുതി മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 രൂപ 29 പൈസയ്ക്ക് യൂണിറ്റ് 1 കിട്ടിക്കൊണ്ടിരുന്ന ലോങ് ടൈം എഗ്രിമെൻ്റ് ക്യാൻസലാക്കി കഴിഞ്ഞ കുറേ നാളുകളായി 10 രൂപയ്ക്കും 14 രൂപയ്ക്കും അദാനിയിൽ നിന്നും ജിന്തലിൽ നിന്നും വൻകിട കമ്പനികളിൽ നിന്നും ഇത് വാങ്ങിയതിൻ്റെ പിന്നിൽ വലിയ അഴിമതിയാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നു. ഞാൻ തന്നെയാണ് പുറത്തു കൊണ്ടത്. കാർബോറാണ്ടം
മണിയാറിലുള്ള കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനൊരു ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് BOT അടിസ്ഥാനത്തിൽ 30 വർഷത്തേക്കായിരുന്നു. 30 വർഷം ഡിസംബർ 30-ന് തീരുകയാണ്. വൈദ്യുതി ബോർഡും വൈദ്യുതി മന്ത്രിയും ആവശ്യപ്പെട്ടു ഈ കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിൻ്റെ ഈ 12 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ തെർമൽ പവർ സ്റ്റേഷൻ ഇലക്ട്രിസിറ്റി ബോർഡിന് തിരികെ കൊടുക്കണം. അതാണ് BOTയിലെ കരാർ, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. 30 വർഷമായി കാർബറാണ്ടം ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 1000 കോടിയോളം രൂപ ലാഭം ഉണ്ടാക്കിയ കാര്യമാണിത്. ജനങ്ങൾ വൈദ്യുതി കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ, കൂടുതൽ പണം കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയുള്ളപ്പോൾ കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് വീണ്ടും 25 വർഷം കൂടി നീട്ടിക്കൊടുക്കാൻ പോവുകയാണ്. മന്ത്രി കൃഷ്ണൻകുട്ടി അതിനെ എതിർത്തു. മന്ത്രി കൃഷ്ണൻകുട്ടി അതിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം കാണിക്കുമോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. വ്യവസായ മന്ത്രി പറയുന്നു, ഇന്ന് ചില പത്രങ്ങളിൽ വന്നിട്ടുണ്ട്, മാതൃഭൂമി വന്നിട്ടുണ്ട്, 7 പുതിയ കമ്പനികൾ കേരളത്തിൽ വരാൻ പോവാന്ന് ഈ കാർബറാണ്ടം ലിമിറ്റഡിൻ്റെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ 30 വർഷമായി 3 കമ്പനി അല്ലാതെ ഇവിടെ ഒരു കമ്പനിയും പ്രവർത്തിക്കുന്നില്ല. ഞാൻ ഈ വിഷയം കൊണ്ടുവന്ന ശേഷമാണ് കാർബറാണ്ടത്തിൻ്റെ മുതലാളിമാർ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയെ കണ്ടിട്ട് അവർ പറഞ്ഞതാണെന്ന് മാതൃഭൂമി പത്രത്തിൽ പറഞ്ഞു, 7 പുതിയ കമ്പനികൾ തുടങ്ങാൻ പോകുന്നു. ഒരു കമ്പനി തുടങ്ങാൻ പോകുന്നില്ല. കമ്പനി തുടങ്ങുകയാണെങ്കിൽ നല്ല കാര്യം. കമ്പനി തുടങ്ങുന്ന ആളുകൾക്കെല്ലാം സൗജന്യമായി വൈദ്യുതി കൊടുക്കുന്ന പദ്ധതി കേരളത്തിലുണ്ടോ? വൈദ്യുതി മന്ത്രി പറയണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയണം.